ഹായ് ഗഡീസ്, നോൽമ്പുകാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ശരീരത്തിന് വളരെ അത്യാവശ്യമായ ജലാംശമുള്ള ഒരു ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ജ്യൂസ് തയ്യാറാക്കുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. നമ്മൾ കക്കരിക്കയിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക. ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ള കക്കരിക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കക്കരിക്ക, തൊലി കളഞ്ഞ കക്കരിക്ക, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് പുതിന ഇല. നമ്മുടെ വീട്ടിലൊക്കെ പശുമ്പാല് ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. പശുമ്പാൽ ഇല്ലാത്തതുകൊണ്ടാണ് പാക്കറ്റ് പാല്, മിൽമയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മധുരത്തിന് പകരം ഞാൻ വർക്ക് ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ കോട്ടകൽ എന്ന സ്ഥലത്ത് ഡോക്ടർ ആലിക്കുട്ടീസ് മോഡേൺ ഹോസ്പിറ്റലിലെ നന്നാരി സർവത്ത്, അവരുടെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ തയ്യാറാക്കുന്ന നന്നാരി സർവത്താണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരുപാട് ഔഷധങ്ങൾ അടങ്ങിയിട്ടാണ്, ഇതിൽ മായമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ മധുരത്തിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം കാണിച്ചു തരാം. ഹായ് ഗൈസ്, നമ്മളപ്പോൾ അരിഞ്ഞു വെച്ച കുക്കുംബർ നമ്മൾ മിക്സർ ജാറിൽ ഇടുകയാണ്. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് പുതിന, പിന്നെ ആവശ്യത്തിന് നമ്മൾ പാല് കുറച്ച് മിക്സ് ചെയ്യുക. കുറച്ച് പാല് നമ്മളിതിൻ്റെ അരവിന് വേണ്ടിയിട്ട് ഒഴിച്ചാൽ മതി. ബാക്കി അത് പിന്നെ ശേഷം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളിപ്പോരും. ഇനി നമ്മൾ മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കമ്പർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാകത്തിന് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പാൽ നമ്മൾ ഫില്ല് ചെയ്യാണ്. ആ ജാറിലിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നതാണ്. ആവശ്യത്തിന് കൊണ്ടുള്ള നന്നാരിയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ വിവരിച്ചു. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളിതിൽ ഒഴിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം ജാറിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.